പിറാന എന്ന മത്സ്യത്തെപ്പറ്റി കേൾക്കുമ്പോൾ തന്നെ എല്ലാവരിലും ഭയം ഉണ്ടാക്കുന്നു. പിറാനകളുള്ള വെള്ളത്തിലിറങ്ങിയാൽ അവ വന്ന് നമ്മുടെ ദേഹത്തെ മാംസങ്ങളെല്ലാം കൊത്തിത്തിന്നും എന്ന പേടി എല്ലാവരിലും പണ്ടേ ഉണ്ട്. എന്നാൽ ഇത് യാഥാർത്ഥ്യമാണോ? ഇങ്ങനെ സംഭവിക്കുമോ? എങ്ങനെയാണ് ഈ ഭയം ലോകമെമ്പാടും ഉണ്ടായത്? എപ്പോഴാണ് ഇവ ആക്രമിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും, ഇവർ എപ്പോഴും കൂട്ടമായിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? ഇത്രയും ആക്രമണ സ്വഭാവം ഉണ്ടായിട്ടും ഇവയുടെ എതിരാളികൾ ആരാണ്? ഇവർ പ്രകൃതിക്ക് നൽകുന്ന സംഭാവനകൾ എന്താണ്? ബ്ലാക്ക് പിറാന, വിംപിൾ പിറാന, ഇവരുടെ പ്രത്യേകത എന്താണ്? പിറാനയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങളും തെറ്റിദ്ധാരണകളും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പിറാന ഭീകരജീവിയായി അറിയപ്പെടാൻ കാരണമായതിന് പിന്നിൽ ഒരു സംഭവമുണ്ട്. 1913 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന തിയോഡർ റൂസ്വെൽറ്റ് തന്റെ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ ശേഷം ആമസോൺ പര്യടനം നടത്തി. പുതിയ ജീവികളെ കണ്ടെത്താനായി മുൻപ് ആരും പോയിട്ടില്ലാത്ത റിവർ ഓഫ് ഡൗട്ട്, സംശയത്തിന്റെ നദിയിലൂടെ അപകടം നിറഞ്ഞ സാഹസിക പര്യടനം നടത്താൻ വേണ്ടിയാണ് അദ്ദേഹം ആമസോൺ കാടുകളിൽ എത്തിയത്. റൂസ്വെൽറ്റിനെ അത്ഭുതകരമായ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ച് ഒരു തന്ത്രം മെനഞ്ഞു. നദിയിലെ കുറച്ചു ഭാഗം വല ഉപയോഗിച്ച് കെട്ടിവളഞ്ഞ് അതിൽ 100 കണക്കിന് പിരാനകളെ പിടിച്ചുകൊണ്ട് ഇട്ട് ആഴ്ചകളോളം ഭക്ഷണം കൊടുക്കാതെ ഇട്ടതിന് ശേഷം വിശന്ന് വലഞ്ഞ് പിരാനകൾ എന്തിനേയും തിന്നാൻ തയ്യാറായ അവസ്ഥയിലായിരുന്നു. റൂസ്വെൽറ്റ് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ചത്ത പശുവിനെ പിരാന കൂട്ടത്തിലേക്ക് എറിഞ്ഞുകൊടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ ആ പശു വെറുമൊരു അസ്ഥികൂടമായി മാറി. ഈ കാഴ്ച കണ്ട് റൂസ്വെൽറ്റ് ഞെട്ടിപ്പോയി. തന്റെ ത്രൂ ദ ബ്രസീലിയൻ വൈൽഡർനെസ് എന്ന പുസ്തകത്തിൽ ഏറ്റവും ക്രൂരന്മാരായ മീനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മൃഗത്തെയും മനുഷ്യരെയും കിട്ടിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ അസ്ഥികൂടമാക്കുമെന്ന് എഴുതി. അമേരിക്കൻ പ്രസിഡന്റ് എഴുതിയ ഈ വിവരണം വളരെ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ലോകം മുഴുവൻ പിരാനകളെ മനുഷ്യബുക്കുകളായ രാക്ഷസന്മാർ എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. പിരാനകളെ പറ്റി വിവരിക്കുമ്പോൾ അവയുടെ പല്ലുകളുടെ ഘടന അറിഞ്ഞിരിക്കേണ്ടതാണ്. കൃത്യം ത്രികോണ ആകൃതിയിലാണ് പല്ലുകൾ ഉള്ളത്. ത്രികോണ ആകൃതിയിലായതുകൊണ്ട് തന്നെ വായ അടക്കുമ്പോൾ മുകളിലെ പല്ലുകൾ താഴത്തെ പല്ലുകൾക്കിടയിലുള്ള വിടവിലേക്ക് കൃത്യമായി ഇറങ്ങും. ഉദാഹരണത്തിൽ നമ്മുടെ വസ്ത്രങ്ങളിലുള്ള സിപ്പർ പോലെ അടയുന്നു. ഇവയുടെ പല്ലുകളുടെ അറ്റം നല്ല മൂർച്ചയുള്ള ബ്ലേഡ് പോലെയാണ്. അതുകൊണ്ട് ഇവ കടിക്കുമ്പോൾ അത്രയും ഭാഗം കൃത്യതയോടെ മുറിഞ്ഞു പോകുന്നു. ഇവയുടെ മിന്നൽ വേഗത്തിലുള്ള കടിയിൽ ഇരയുടെ ശരീരത്തിൽ നിന്ന് അത്രയും ഭാഗം വേർപെട്ടു പോകുന്നു. മറ്റൊരു കൗതുകകരമായ ഇവയുടെ പല്ലിന്റെ പ്രത്യേകതയാണ് ഇവയുടെ പല്ലിന്റെ കൊഴിഞ്ഞുപോക്കൽ. സാധാരണ മറ്റ് മീനുകൾക്ക് പല്ല് നഷ്ടപ്പെടുമ്പോൾ അവിടെ പുതിയ പല്ലുകൾ വരുന്നു. എന്നാൽ പിരാനകൾക്ക് അങ്ങനെയല്ല. പല്ലുകളുടെ മൂർച്ച കുറയുമ്പോൾ ആ വശത്തെ പല്ലുകൾ മുഴുവനും പോയി പുതിയത് വരുന്നു. മുകൾ വശത്തെ പല്ല് മൂർച്ച കുറഞ്ഞാൽ മുകളിലെ എല്ലാ പല്ലുകളും കൊഴിഞ്ഞുപോയി പുതിയത് വരുന്നു. ഈ പ്രത്യേകത മറ്റു ചില ജീവികൾക്കുണ്ടെങ്കിലും പിറാനകൾക്കാണ് ഏറ്റവും കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്നത്. സ്വന്തം ശരീരത്തിന്റെ 30 ഇരട്ടി ശക്തിയിൽ കടിക്കാൻ കഴിയുന്നത് കൊണ്ട് ചെറിയ മൃഗങ്ങളുടെ എല്ലുകൾ മുറിക്കാനും ആമകളുടെ പുറംതോടുകൾ പോലും കടിച്ചു പൊട്ടിക്കാനും കഴിയുന്നു. സിനിമകളിലൊക്കെ നമ്മൾ കാണാറുള്ളത് പിറാനകൾ മനുഷ്യരെ ആക്രമിക്കുന്നതായിട്ടാണ്. ശരിക്കും ഇത്ര വലിയ ഭീകരജീവികളാണോ ഇവർ? ഇതിന്റെ പിന്നിൽ എന്ത് സത്യാവസ്ഥയുണ്ട്? സത്യം പറഞ്ഞാൽ പിറാനകൾ മനുഷ്യരെ വേട്ടയാടുന്നവരല്ല. മനുഷ്യരാറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഭയന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴാണ് ആക്രമിക്കുന്നത്? പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. വരൾച്ച കാലം വരുമ്പോൾ ആറ്റുകളിൽ വെള്ളം വറ്റി ചെറിയ കുളങ്ങൾ പോലെയാകും. അവിടെ 100 കണക്കിന് പിറാനകൾ ഒരിടത്ത് കുടുങ്ങിപ്പോകും. ഭക്ഷണം കിട്ടാതെ വിശന്ന് വലഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഏത് ജീവി ഇറങ്ങിച്ചെന്നാൽ അവയെ ആക്രമിച്ച് ഭക്ഷിക്കും. പിറാനകൾ മുട്ടകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധാലുക്കളാണ്. ആരെങ്കിലും അവയുടെ കൂടിന്റെ അടുത്തേക്ക് ചെന്നാൽ ആക്രമിക്കാൻ വരുന്നതാണെന്ന് കരുതി കടിക്കും. ഇത് വേട്ടയാടലല്ല, സ്വന്തം പ്രതിരോധമാണ്. കൈകാലുകൾ വെള്ളത്തിലിട്ട് അടിക്കുമ്പോൾ പരിക്കേറ്റ പക്ഷിയോ മൃഗമോ വെള്ളത്തിൽ കിടന്ന് പിടയുകയാണെന്ന് തെറ്റിദ്ധരിച്ച് കടിക്കും. വെള്ളത്തിനടിയിൽ തിളങ്ങുന്ന ആഭരണങ്ങൾ ധരിച്ച് ഇറങ്ങിയാൽ മീനുകളുടെ ചിലന്തലാണെന്ന് കരുതി ആക്രമിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന കാരണം രക്തമാണ്. മുറിവുള്ള രക്തം ഒഴുകുന്ന അവസ്ഥയിൽ വെള്ളത്തിൽ ഇറങ്ങിയാൽ പരിക്കേറ്റ ജീവിയാണെന്ന് കരുതി ആക്രമിക്കും. സിനിമകളിലും മറ്റ് വീഡിയോകളിലും പറയുന്നത് പോലെ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് ഒരു തുള്ളി രക്തം വീണാൽ പിറാന ഓടിയെത്തും എന്ന് പറയുന്നത് ഒരു അതിശോക്തി മാത്രമാണ്. പിറാനയുടെ അടുത്തേക്ക് രക്തം വീണാൽ ഓടിയെത്തുന്നത് ശരിയാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്
പരിക്കേറ്റ ജീവി വെള്ളത്തിൽ കിടന്നു പിടയുമ്പോൾ വെള്ളത്തിലെ ചലനങ്ങൾ മനസ്സിലാക്കിയാണ് ഓടിയെത്തുന്നത്. പിറാനകൾ മനുഷ്യരെ ആക്രമിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ആമസോൺ നദീതീരങ്ങളിലെ ജനങ്ങളുടെ ജീവിത രീതി മനസ്സിലാക്കിയാൽ മതി. കുട്ടികൾ വെള്ളത്തിലിറങ്ങിയാണ് കുളിക്കുന്നത്. വെള്ളത്തിലിറങ്ങി നിന്ന് വല വീശി മീനെ പിടിക്കുന്നു, മറ്റു ദൈനംദിന ആവശ്യങ്ങൾക്കായി വെള്ളത്തിലിറങ്ങുന്നു. എന്നിട്ടും ആരും ആക്രമിക്കപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ മനുഷ്യർ വെള്ളത്തിലിറങ്ങുമ്പോൾ പേടിച്ച് മാറി നിൽക്കുകയാണ് പതിവ്. അപൂർവമായി ആക്രമിക്കുന്നത് അവയുടെ അതിജീവനത്തിന് മാത്രമാണ്. ഈ ഭാഗം മാത്രം എടുത്തുകാട്ടി പിറാനയെ ക്രൂരന്മാരായ ജീവികളാക്കി. യഥാർത്ഥത്തിൽ പിറാനയെ നമ്മൾ ഭയക്കുന്നു, എന്നാൽ അതിൽ കൂടുതലായി പിറാന നമ്മളെ ഭയക്കുന്നു. പിറാനകൾ കൂട്ടമായിട്ട് വന്ന് ആക്രമിച്ച് ഏത് ജീവികളെയും ആക്രമിച്ച് കൊല്ലുമെന്ന് പറയുമ്പോൾ ആരാണ് ഇവരുടെ എതിരാളികൾ എന്നറിയണ്ടേ? ആമസോൺ നദിയിൽ കാണുന്ന പിങ്ക് ഡോൾഫിൻ. ഇവ അവയുടെ സോണാർ തരംഗം ഉപയോഗിച്ച് പിറാനകളെ കണ്ടെത്തി ഭക്ഷിക്കുന്നു. നീർനായ, അറാപ്പൈമ, മുതലകളുടെ വർഗത്തിൽപ്പെട്ട കൈമൻ ഇവയുടെയൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് പിറാനകൾ. ഇരപിടിയന്മാരുടെ ശക്തമായ പടച്ചട്ട, വേഗത, ബുദ്ധിപൂർവമായ ആക്രമണം, ഒളിത്താവളങ്ങൾ കണ്ടെത്താനുള്ള കഴിവ് ഇവയുടെ മുന്നിൽ പിറാനയുടെ ആക്രമണം നിസ്സാരമാണ്. നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മറ്റൊരു തെറ്റിദ്ധാരണയാണ് പിറാനകൾ മാംസബുക്കുകളാണെന്ന്. എന്നാൽ പിറാന കുടുംബത്തിലെ പകുതിയോളം വർഗ്ഗങ്ങളും സസ്യബുക്കുകളോ സസ്യങ്ങളും മാംസങ്ങളും ഒരേപോലെ ഭക്ഷിക്കുന്നവരുമാണ്. 2013 കണ്ടെത്തിയ ടൊമറ്റസ് കാമനാനി പൂർണ്ണമായി സസ്യബുക്കുകളാണ്. ചില പിറാനകൾ സീസൺ അനുസരിച്ച് സസ്യബുക്കുകളോ മാംസബുക്കുകളോ ആയി മാറുന്നു. ഇതിൽ തന്നെ പാക്കു വിഭാഗത്തിന്റെ പല്ല് മനുഷ്യന്റെ പല്ലിന് സമാനമാണ്. ഇവ മരങ്ങളിൽ നിന്ന് വീഴുന്ന വിത്തുകളും പഴങ്ങളും പൊട്ടിച്ച് ഭക്ഷിക്കുന്നു. സിൽവർ ഡോളർ, മൈലിയസ്, തമ്പാക്വി തുടങ്ങിയ സസ്യബുക്കുകളായ പിറാനകളുടെ ഉദാഹരണങ്ങളാണ്. പിറാനകൾ കൂട്ടമായി നീങ്ങുന്നത് മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടിയാണെന്നാണ് ഭൂരിഭാഗം ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ശാസ്ത്രീയമായ സത്യം അതല്ല. ഇവ ഭീരുക്കളായതുകൊണ്ട് സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടിയാണ് സംഘമായി ജീവിക്കുന്നത്. ഒറ്റയ്ക്കായാൽ ശത്രുക്കൾക്ക് പെട്ടെന്ന് പിടിക്കാൻ കഴിയും. കൂട്ടമാകുമ്പോൾ ശത്രുക്കൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കി രക്ഷപ്പെടാൻ സാധിക്കും. ശാസ്ത്രജ്ഞർ പിറാന കൂട്ടത്തിൽ നിന്ന് മാറ്റി ഒറ്റയ്ക്ക് ആക്കിയപ്പോൾ പെട്ടെന്ന് ശ്വാസം കൂടുന്നതും പരിഭ്രമിക്കുന്നതുമായി കണ്ടെത്തി. തിരിച്ചു കൂട്ടത്തിലേക്ക് വിട്ടപ്പോൾ എല്ലാം ശാന്തമായ അവസ്ഥയിലെത്തി. പിറാനകൾ ക്രൂരന്മാരായ ജീവികളാണെന്ന് ചിത്രീകരിക്കുമ്പോൾ അവ പ്രകൃതിക്ക് നൽകുന്ന മഹത്തായ സംഭാവനകൾ നമ്മൾ മറന്നുപോകുന്നു. ഇവ പ്രധാനമായി ഭക്ഷിക്കുന്നത് നദിയിൽ ചത്തുകിടക്കുന്ന ജീവികളെയാണ്. അത് കാരണം മൃഗങ്ങൾ ഉണ്ടാക്കാറുള്ള ജലമലിനീകരണവും രോഗാണുക്കൾ പടരാനുള്ള സാധ്യതകളും ഇവ ഇല്ലാതെയാക്കുന്നു. മഴക്കാലത്ത് ആമസോൺ കാടുകളിലേക്ക് വെള്ളം കയറുമ്പോൾ സസ്യബുക്കുകളായ പിറാനകൾ മരങ്ങൾക്കിടയിലൂടെ നീന്തി നടന്ന് പഴങ്ങൾ ഭക്ഷിച്ച ശേഷം കിലോമീറ്ററുകൾ ദൂരെയുള്ള മറ്റു ഭാഗത്ത് വിത്തുകൾ വിസർജിക്കുന്നതിലൂടെ പുതിയ മഴക്കാടുകൾ ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം റിവർ സാനിറ്റൈസർ എന്നും ഫോറസ്റ്റ് ഫാമർ എന്നും പിറാനകൾ അറിയപ്പെടുന്നു. മറ്റൊരു കൗതുകകരമായ സവിശേഷതയാണ് ഇവിടെ ശബ്ദമുണ്ടാക്കാനുള്ള കഴിവ്. ചില സമയത്ത് പട്ടി കുരയ്ക്കുന്നത് പോലെയുള്ള ശബ്ദം പുറത്തുവിടും. വലയിൽ കുടുങ്ങുമ്പോഴോ നമ്മൾ ജീവനോടെ കയ്യിൽ പിടിക്കുമ്പോഴോ എതിരാളിയായ മറ്റൊരു പിറാന മുഖത്തോട് മുന്നിൽ വരുമ്പോഴോ ഒക്കെ ബാർക്കിംഗ് ശബ്ദം പുറത്തുവിടുന്നു. ഇരയെ പിടിക്കുമ്പോഴോ ദേഷ്യം വരുമ്പോഴൊക്കെ പല്ലുകൾ കൂട്ടിയിടിച്ച് ശബ്ദമുണ്ടാക്കും. ചില സമയത്ത് മുരൾച്ചയായിരിക്കും ഉണ്ടാക്കുക. ബ്ലാക്ക് പിറാനയ്ക്ക് ഒരു റെക്കോർഡുണ്ട്. ഏറ്റവും കൂടുതൽ ശക്തമായി കടിക്കാൻ കഴിയുന്ന മീൻ. ശരീരഭാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കഴിവ് വേറെ ഒറ്റ മീനുമില്ല. 300 മുതൽ 320 ന്യൂട്ടൺ ശക്തിയിൽ കടിക്കാൻ സാധിക്കും. വിംപിൾ പിറാനയുടെ ഭക്ഷണരീതി തികച്ചും വ്യത്യസ്തമാണ്. ഇവ മാംസം തിന്നില്ല, മറ്റു മീനുകളെ കൊല്ലില്ല, പിന്നെ എന്ത് ഭക്ഷിക്കുന്നു? ഇരയുടെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് ഇടിക്കുന്നു. അപ്പോൾ ഇരയുടെ ദേഹത്ത് നിന്ന് ഇളകി വരുന്ന ചിതമ്പലുകളെയാണ് ഇവ ഭക്ഷിക്കുന്നത്. പിറാന കുടുംബത്തിൽ 30 തുടങ്ങി 60 വിഭാഗം ജീവികളാണ്. ഇതിൽ ഏറ്റവും പ്രസിദ്ധമായ 4 എണ്ണം ഉണ്ട്. റെഡ് ബെല്ലീഡ് പിറാന, ബ്ലാക്ക് പിറാന, പാക്കു, വിംപിൾ പിറാന എന്നൊക്കെ. ആധുനിക പിറാനകൾ ആമസോൺ നദിയിൽ രൂപപ്പെട്ടിട്ട് 10 ദശലക്ഷം വർഷമായെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്. 2009 അർജന്റീനയിൽ നിന്ന് കണ്ടെത്തിയ ഫോസിൽ തെളിവ് കാണിക്കുന്നത് 10 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് 1 മീറ്റർ നീളമുള്ള മെഗാ പിറാനകൾ ഉണ്ടായിരുന്നുവെന്നാണ്. പിറാനകൾക്കിടയിൽ കാനിബലിസം അഥവാ സ്വന്തം വർഗത്തിനെ ഭക്ഷണമാക്കുന്ന സ്വഭാവം ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചതാണ്. വരൾച്ചയുണ്ടായി കുളങ്ങൾ വറ്റി ഭക്ഷണം ഒട്ടും കിട്ടാത്ത അവസ്ഥയുണ്ടാകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്.
അതുപോലെ പരിക്കേറ്റ പിരാന കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ അതിലൂടെ വരുന്ന രക്തത്തിന്റെ മണം കാനിബലിസത്തിന്റെ കാരണമാകുന്നു. പിറാനയെ പ്രധാനമായി കാണുന്നത് ആമസോൺ നദിയിലും ഓറിനോക്കോ നദിയിലുമാണ്. ഇവയ്ക്ക് ജീവിക്കാൻ ചൂടുള്ള പ്രദേശങ്ങൾ അത്യാവശ്യമാണ്. ഇവയ്ക്ക് സ്വാഭാവിക എതിരാളികൾ ഇല്ലാത്തത് കാരണം ഇന്ത്യയിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രമേ വളർത്താൻ അനുമതിയുള്ളൂ. പുരാതന കാലത്ത് ഗോത്രവർഗക്കാർ പിറാനയെ ഭക്ഷണത്തിന് മാത്രമല്ല ഇവയുടെ മൂർച്ചയേറിയ പല്ലുകൾ ഉപയോഗിച്ച് മുടി മുറിക്കാനും ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി അവിടെ മരുന്നുകൾ പുരട്ടാനും, അതായത് സർജിക്കൽ ബ്ലേഡ് പോലെ ഉപയോഗിച്ചിരുന്നു. കൊത്തുപണികൾ ചെയ്യുവാനും ഉപയോഗിച്ചിരുന്നു. പിറാനകളെ ജനങ്ങളുടെ ഇടയിൽ അനാവശ്യമായ ഭീതി ഉണ്ടാക്കുന്നതിൽ സിനിമകൾക്ക് വലിയ പങ്കുണ്ട്. പിറാന 1, പിറാന 2, പിറാന 3D, പിറാന 3DD തുടങ്ങിയ സിനിമകൾ ഭീതി ഉണ്ടാക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.